ഹലോ അനിമേ ലവേഴ്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 2-ലെ 12ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം, പെട്ടെന്ന് പോയിട്ട് കാണാൻ ശ്രമിക്കാം. സോ ഇനി ഈ ഒരു സീസൺ 2-ൽ ഒരു എപ്പിസോഡ് കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ സീസൺ 2 അവസാനിക്കും. ഇതിന് ശേഷം എനിക്ക് മങ്വ ചെയ്യണമെന്നൊരു ചെറിയ പ്ലാനിംഗ് ഉണ്ട്. സോ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് സോളോ ലെവലിംഗിന്റെ ഇനിയുള്ള മങ്വ എക്സ്പ്ലനേഷൻ കാണണമെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും മങ്വ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. സോ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷ്യർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ജെജു ഐലൻഡിലേക്ക് എത്തിയ ജിൻബുവിന്റെ ഷാഡോ ആർമി ഹണ്ടേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഉറുമ്പുകളുടെ കൂടെ ഏറ്റുമുട്ടുന്നു. അത് കണ്ട് ഇവറ്റങ്ങളൊക്കെ എവിടുന്ന് വരുന്നു എന്ന് ചിന്തിച്ച് നിൽക്കുന്ന യുൻഹോയുടെ സൈഡിലൂടെ ജിൻബു അവന്റെ ആർമിയുടെ അടുത്തേക്ക് നടന്നു വരുന്നു. ഇതെങ്ങനെ? ഇതൊരിക്കലും സാധിക്കില്ല, അവനെന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് അവിടെയുള്ള പരിക്ക് പറ്റിയ ഹണ്ടേഴ്സ് പറയുന്നു. ഇതേ സമയത്ത് ലൈവ് ബ്രോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ സിഗ്നൽ കട്ടായി അവിടെ നടക്കുന്നത് എന്താണോ അതൊന്നും ഇവർക്ക് കാണുന്നില്ല. ഇവിടെ പ്രസിഡന്റിനോട് ചെയർമാൻ ഗോ, ഇത് നല്ലതല്ല, അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ഒന്നും വ്യക്തമല്ല. അതിന് പ്രസിഡന്റ് ഗോ, നമ്മുടെ ഹണ്ടേഴ്സിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, അതുകൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യ് എന്ന് പ്രസിഡന്റ് ഗോ പറയുന്നു. മറ്റൊരു ഭാഗത്ത് എല്ലാവരും ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ടീമിനെ വിളിച്ച് അത് വീണ്ടും ആരംഭിക്കാൻ പറയുന്നു. പക്ഷെ അവർക്കും അറിയില്ല ഇപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. അതുകൊണ്ട് അവർ ക്യാമറാമാനോട് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വിളിച്ചു ചോദിക്കുന്നു. പക്ഷെ ഇവിടെ ക്യാമറാമാന്റെ ക്യാമറ വർക്ക് ആവാത്തത് കൊണ്ടാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സിഗ്നൽ കട്ടായത്. ഇപ്പൊ അവിടേക്ക് വന്ന ജിൻബു അവന്റെ എല്ലാ ഷാഡോസിനോടും ആ ഉറുമ്പുകളെ അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ പറയുന്നു. അത് കേട്ട എല്ലാ ഷാഡോ സോൾജേഴ്സും അവർക്ക് നേരെ വരുന്ന എല്ലാ ഉറുമ്പിനെയും വെട്ടിക്കൊല്ലുന്നു. ആ സമയം പുറകിൽ നിൽക്കുന്ന ഹണ്ടേഴ്സിനെ ടസ്ക് അവന്റെ മാജിക് പവർ കൊണ്ട് ഒരു ഷീൽഡ് ഉണ്ടാക്കി പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഹണ്ടേഴ്സിന്റെ കൂട്ടത്തിലെ ഹണ്ടർ മാ, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല, ഈ ഷാഡോസ് ഒക്കെ എന്താണ്? അതുപോലെ ഹണ്ടർ സങ് ഇവിടെ എന്താ ചെയ്യുന്നേ എന്ന് പറയുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് ജിൻബു വരുന്നു. അപ്പൊ അവനെ കണ്ട യൊൻഹോ, ഹണ്ടർ സങ് നിങ്ങൾ എപ്പോഴാണ് ഈ ഐലൻഡിലേക്ക് വന്നത്? അതുപോലെ എങ്ങനെ? ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം നിങ്ങൾക്ക് പറ്റിയ മുറിവ് ഹീൽ ചെയ്യേ, ഇതാ ഇത് കുടിക്ക് എന്ന് പറഞ്ഞ് ജിൻബു അവന്റെ ഹീലിംഗ് പോഷൻ കൊണ്ടുവരുന്നു. എന്നിട്ട് എല്ലാവരുടെയും വായയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഉടനെ അവർക്ക് പറ്റിയ മുറിവെല്ലാം മാറി അവരുടെ ശരീരം മുഴുവൻ ഹീലായി. അത് കണ്ട് അവർ ഞെട്ടി നിൽക്കുമ്പോൾ ജിൻബു ആ പോഷൻ ചാഹേന് കൊടുക്കുന്നു. പക്ഷെ ആ പോഷൻ കുടിച്ചിട്ടും അവൾ ഹീലാവുന്നില്ല, അവളുടെ ശരീരത്തിൽ അത് വർക്കാവുന്നില്ല. അപ്പൊ ജിൻബുവിന്റെ മുൻപിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. അതിൽ പറയുന്നത് ആ ടാർഗറ്റിന് പറ്റിയ പരിക്ക് ഒരുപാട് ആഴത്തിലാണ്, അതുകൊണ്ട് ആ പോഷൻ വർക്കാവില്ല. ഇത് പണ്ടൊരു പ്രാവശ്യം ജിൻബുവിന് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ചാഹേന്റെ ഓറ കുറഞ്ഞു വരുന്നത് ജിൻബുവിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അവളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോകണം എന്ന് ജിൻബു പറയുന്ന സമയത്താണ് അവിടേക്ക് ഒരു കൂട്ടം, ഒരു പട ഉറുമ്പുകൾ അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ഇതേ സമയത്ത് കാര്യങ്ങളൊക്കെ എന്താ എന്നറിയാൻ വേണ്ടി വരുന്ന പ്രസിഡന്റ് ഗോയോട്, ഞങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല, ജാപ്പനീസ് ഹണ്ടേഴ്സിന് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല, ഇതെല്ലാം സംഭവിച്ചത് ആ കറുത്ത എറുമ്പ് വന്നതിന് ശേഷമാണ്. അത് കേട്ട് പ്രസിഡന്റ് ഗോ, എത്രയും പെട്ടെന്ന് നമുക്ക് ആ സിഗ്നൽ കൊണ്ടുവരണം, അതുപോലെ മെഡിക്കൽ ടീമിനെയും രക്ഷാസംഘത്തിനെയും അവിടേക്ക് എത്രയും പെട്ടെന്ന് അയക്ക് എന്ന് പറയുന്ന പ്രസിഡന്റ് ഗോ, ഇത്രയും കാലത്തിനിടെ ഞാൻ എന്റെ ഈ ശരീരത്തിനെ ഓർത്ത് ഇത്രയും അധികം നിരാശപ്പെട്ടിട്ടില്ല. എന്നെ കൊണ്ട് അവരെ സഹായിക്കാൻ കഴിയില്ലെങ്കിലും എനിക്ക് അവരുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യണമെന്നുണ്ട്. എല്ലാവർക്കും ഒരു പ്രശ്നവും സംഭവിക്കരുത്. ഇപ്പൊ ജിൻബുവിന്റെ അനിയത്തി ടിവിക്ക് ഇട്ട് തട്ടിയിട്ട് ആദ്യം സിഗ്നൽ കട്ടായി, ഇപ്പൊ ടി വി ഓഫായി, ഇനി ബാക്കിയുള്ളവർ എങ്ങനെ ഇത് കാണും? അതുകൊണ്ട് ഞാൻ ഫോണിലെങ്കിലും കാണാൻ പറ്റുമെന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ജീന ഫോണിലൂടെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറി പോകുന്നു. ശേഷം നമ്മൾ കാണുന്നത് കൺട്രോൾ റൂമിലുള്ള ആള് മുൻപ് ഗോട്ടോയെ വിളിച്ച ആളോട് സംസാരിക്കുന്നതാണ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നോട് പറ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഗോട്ടോയുടെ സിഗ്നൽ കട്ടായി. അത് കട്ടാവുന്നതിന് മുമ്പ് അവന്റെ അടുത്തേക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള എന്തോ ഒന്ന് വന്നിട്ടുണ്ട്, അതാണ് അവനെ കൊന്നത്. അതുപോലെ ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, എന്നാൽ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്ക്, ഇനിയും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അത് നമുക്കാണ് നഷ്ടമുണ്ടാകാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഇയാൾ ഫോൺ കട്ടാക്കി. ഇയാളാണ് ജപ്പാൻ ഹണ്ടേഴ്സിന്റെ ചെയർമാൻ. അയാൾ ഗോട്ടോ മരിച്ച ദേഷ്യത്തിൽ, ഗോട്ടോ മരിച്ചു പോയെന്നോ, ആ ഉപകാരമില്ലാത്തവൻ, ഇപ്പൊ ആ ഐലൻഡിൽ എന്താ സംഭവിക്കുന്നത് എന്ന് ഇയാൾ ദേഷ്യത്തിൽ പറയുന്നു. ഇതേസമയം ഐലൻഡില് ഷാഡോസ് എല്ലാം ചേർന്ന് ആ ഉറുമ്പുകളെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ട് ജിൻബു, ഇഗ്രിസിനെയും അയണിനെയും പോലെ എലൈറ്റുകളായവർക്ക് പ്രശ്നമില്ല, അവര് നല്ലതുപോലെ ചെയ്യുന്നുണ്ട്, പക്ഷെ ബാക്കിയുള്ള സോൾജേഴ്സിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്, അതുകൊണ്ട് അവരുടെ എണ്ണം എനിക്ക് കൂട്ടണം. പക്ഷേ ഇത്രയും ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതെങ്ങനെ പറ്റും എന്ന് ചിന്തിക്കുന്ന ജിൻബു അവിടെയുള്ള ഹണ്ടേഴ്സിനോട്, ഇത് ഇത്ര പെട്ടെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവന്റെ പുറകിൽ സുരക്ഷിതമായിട്ടിരുന്നോ, അതും മറികടന്ന് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യണം. അത് കേട്ട ചോയ്, മനസ്സിലായി, ഞങ്ങൾ അത് ചെയ്തോളാം, എന്നാ പിന്നെ ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ കണ്ടാൽ മാത്രം മതി, ആരോടും പറയരുത് എന്ന് പറഞ്ഞ് ജിൻബു നിലത്ത് കിടക്കുന്ന ഉറുമ്പുകളെ അറൈസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവിടേക്ക് എന്തോ വരുന്നതായിട്ട് അവന് മനസ്സിലാവുന്നത്. അപ്പൊ അവിടെ കൂടി നിൽക്കുന്ന ഉറുമ്പുകളെല്ലാം വഴി മാറി കൊടുക്കുന്നു. അങ്ങനെ ആ പവർഫുൾ ആയ ഉറുമ്പ് വീണ്ടും തിരിച്ചു വരുന്നു. അത് വീണ്ടും
തിരിച്ചു വന്നു. അതിനർത്ഥം ഗോട്ടോ അതിന്റെ മുന്നിൽ തോറ്റുപോയി. ഇപ്പൊ അവിടേക്ക് നടന്നു വരുന്ന കറുത്തുറുമ്പ് അലറി വിളിക്കുന്നു, പുറത്ത് രാജാവിനെയൊന്നും കാണുന്നില്ലല്ലോ, എന്താ അവൻ ഇവിടെയുണ്ടോ? നിങ്ങളുടെ എല്ലാം രാജാവ് എന്നാ ഉറുമ്പ് പറയുന്നത് കേട്ട് അതിനെ കാണുന്ന ജിൻവു, അപ്പൊ ഇത് കാരണമാണ് ഞാൻ ഗോട്ടോയുടെ അകത്ത് കയറ്റിവിട്ട എന്റെ ഷാഡോയെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ പോയത് എന്ന് ചിന്തിച്ച് ജിൻവു ആ ഉറുമ്പിന്റെ അടുത്തേക്ക് പതിയെ നടന്നു വരുന്നു. അത് കാണുന്ന അവന്റെ പുറകിലുള്ള ഹണ്ടേഴ്സ് അവനോട് പോകണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ജിൻവുവിന് അതൊക്കെ എന്ത്, പതിയെ നടന്നു എന്ന് ആ ഉറുമ്പിന്റെ മുൻപിൽ അതിന്റെ മുഖത്തേക്ക് നോക്കി നെഞ്ചി വിരിച്ചു നിൽക്കുന്നു. അപ്പോ ആ ഉറുമ്പ് ജിൻവുവിനോട്, അത് നീയാണോ മനുഷ്യരുടെ രാജാവ്? ആ, കാണാൻ നല്ല രസമുണ്ടല്ലോ, ഒരു സംസാരിക്കുന്ന ഉറുമ്പ് എന്ന് ജിൻവു. അപ്പോ ജിൻവുവിന്റെ ഭയമില്ലാത്ത മുഖം കണ്ട് ഇവന്റെ അകത്ത് എന്തൊരു പവർഫുൾ ആയ ഓറ എന്ന് ചിന്തിച്ച് ആ ഉറുമ്പ് പെട്ടെന്ന് ജിൻവുവിന് നേരെ അലർന്നു. അപ്പൊ ജിൻവു, എത്രയായാലും നീ ഒരു പ്രാണി തന്നെയാണ്. ഇതൊക്കെ കണ്ട് പുറകിൽ നിൽക്കുന്ന ഹണ്ടേഴ്സ് അത്ഭുതപ്പെട്ടു പോകുന്നു. ഇതേ സമയം തന്നെ അവിടെയുള്ള ക്യാമറമാന്റെ സിഗ്നൽ തിരിച്ചു വന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറത്തുള്ള ആൾക്കാര് അവിടെ നടക്കുന്ന കാര്യങ്ങൾ രണ്ടും കൽപ്പിച്ച് ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ ലൈവിലൂടെ ജിൻവുവിനെ കാണുന്ന എല്ലാവരും അതിശയിച്ചു പോയി. അവന്റെ അനിയത്തി, അവൻ എന്താ അവിടെ ചെയ്യുന്നേ? അവൻ ഇവിടെ വിട്ട് പോയില്ല എന്നല്ലേ പറഞ്ഞിരുന്നേ, പിന്നെ എങ്ങനെ അവൻ അവിടെ എത്തി? ഇപ്പൊ ലൈവിലൂടെ ജിൻവുവിനെ കാണുന്ന പ്രസിഡന്റ് ഗോ സന്തോഷം കൊണ്ട് താൻ ഇരിക്കുന്ന ചെയർ അമർത്തി പൊട്ടിച്ചു. പക്ഷേ അവൻ എങ്ങനെ അവിടേക്ക് എത്തി? അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, ഇനി നമ്മുടെ എല്ലാം വിശ്വാസം അവനിലാണ്, എല്ലാം അവൻ നോക്കിക്കോളും എന്ന് പ്രസിഡന്റ് ഗോ പറയുമ്പോ ഇവിടെ കറുത്ത ഉറുമ്പിന് നേരെ നിൽക്കുന്ന ജിൻവുവിനെ അത് കൈ മടക്കി മുഖത്തേക്ക് അടിക്കുന്നു. ഇത് കണ്ട് പുറകിൽ നിൽക്കുന്ന ചോയ്, അവനൊരു മേജാണെങ്കിൽ പിന്നെ എന്തിനാ അവൻ ഇത്രയും അടുത്ത് പോയി നിൽക്കുന്നത്? അപ്പൊ യൊൻഹോ, അവൻ ആ ഉറുമ്പിനെ വില കുറിച്ച് കണ്ടു, ഇപ്പൊ അവൻ മരിച്ചിട്ടുണ്ടാവും. അപ്പൊ ജിൻവുവിനെ അടിച്ച ഉറുമ്പ്, ശക്തിയില്ലാത്തവൻ, നീ ഒരു രാജാവല്ല എന്ന് പറയുന്ന ഉറുമ്പ് പെട്ടെന്ന് ഞെട്ടി. അവന്റെ മുൻപിൽ നിൽക്കുന്ന ജിൻവുവിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ശേഷം ജിൻവു അവന്റെ റൂളേഴ്സ് ഹാൻഡ് കൊണ്ട് ആ ഉറുമ്പിനെ ഞെരുക്കി അതിന്റെ മുഖത്തേക്ക് ഒരു പഞ്ച് കൊടുത്തു. ഇത് കണ്ട് പുറകിൽ നിൽക്കുന്ന ഹണ്ടർമാ, അവൻ ശരിക്കും ഒരു മേജാണോ? അതെനിക്കും അറിയില്ല, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുമില്ല എന്ന് യൊൻഹോ തിരിച്ചു പറഞ്ഞു. ഇവിടെ ജിൻവുവിന്റെ അടി കിട്ടിയിട്ടും താഴെ വീഴാൻ നിൽക്കുന്ന ഉറുമ്പിനെ കണ്ട് ഇവൻ ശരിക്കും നല്ല സ്ട്രോങ് ആണ്, അത് ചിലപ്പോ ഇവന്റെ എക്സോസ്കെലട്ടൺ കൊണ്ടായിരിക്കുമോ എന്ന് ജിൻവു ചിന്തിക്കുന്ന സമയത്ത് ആ ഉറുമ്പ് ജിൻവുവിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. തിരിച്ച് ജിൻവുവും ഒന്നും നോക്കാതെ കൈ മടക്കി ഒരു പഞ്ച് കൊടുത്തു. ആ ഒരു പഞ്ചിൽ നിലം വരെ കടന്ന് വിറയ്ക്കുകയാണ്. ഈ ഒരു ഫൈറ്റ് കണ്ട് എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്ന ക്യാമറാമാൻ, എന്തൊരു ഭയപ്പെടുത്തുന്ന യുദ്ധം, ഒരു എയർ റാങ്ക് 100 ആയിട്ടുള്ള എനിക്ക് പോലും ഇത് വെറുതെ കണ്ടു നിൽക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ഇവിടെ ഉണ്ടാവുന്ന മാജിക് പവർ മാത്രം മതി എന്റെ ബോധം പോവാൻ. ജിൻവു അടിക്കുന്ന ഓരോ അടിയും ടൺ കണക്കിനാണ്. ആ ഉറുമ്പിന്റെ അറ്റാക്ക് എല്ലാം ഒഴിഞ്ഞു മാറി ജിൻവു അതിനെ ഒരേ ഒരു പഞ്ചിന് അടിച്ച് തെറിപ്പിച്ചു. പുറകിലേക്ക് വീഴുന്ന ആ കറുത്ത ഉറുമ്പ്, എങ്ങനെ, എനിക്ക് എന്താ ഈ സംഭവിക്കുന്നേ? ഇവൻ ശരിക്കും ഒരു മനുഷ്യൻ തന്നെയാണോ എന്ന് പറഞ്ഞ് ജിൻവുവിന് നേരെ കുതിച്ചു വരുന്ന ഉറുമ്പ് അതിന്റെ കൈ കൊണ്ട് ജിൻവുവിനെ പഞ്ച് ചെയ്യുന്നു. തിരിച്ച് ജിൻവു. ശേഷം ജിൻവു താഴേക്ക് കുനിഞ്ഞ് അതിന്റെ മുഖത്തേക്കിട്ട ഒരു ഒറ്റയടി. അപ്പൊ ആ ഉറുമ്പ് അതിന്റെ നാവ് കൊണ്ട് ജിൻവുവിനെ അറ്റാക്ക് ചെയ്തു. അങ്ങനെ ജിൻവുവിന്റെ മുഖത്ത് ഒരു മുറിവായി. അതുപോലെ അവന്റെ ശരീരത്തിലേക്ക് പോയിസൺ കയറുന്നുണ്ട്. അങ്ങനെ ജിൻവു പതിയെ പതിയെ വീക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോ അവനോട് ആ ഉറുമ്പ്, ഏറ്റവും കൊടും വിഷമാണത്, എന്റെ മാജിക് പവർ കൊണ്ട് മാത്രമേ അതിനെ ഇല്ലാതാക്കാൻ കഴിയുള്ളൂ, അതുകൊണ്ട് നിനക്ക് ഇനി അനങ്ങാൻ കഴിയില്ല, ഇതാണ് നിന്റെ അവസാനം, നീ തോറ്റുപോയി എന്ന് പറഞ്ഞ ഉറുമ്പ് പെട്ടെന്ന് ജിൻവുവിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ സീൻ കട്ട് ചെയ്താൽ മറ്റൊരു ഭാഗത്ത് ചെയർമാൻ കൺട്രോൾ റൂമിലുള്ള ആൾക്കാരോട്, എന്താടാ ഇപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുന്നു. അപ്പൊ അവര് തിരിച്ച്, സാർ അവിടെ നിന്ന് ഒരു വലിയ പവർ പുറത്തേക്ക് വരുന്നുണ്ട്, ഇപ്പൊ അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്, അത് അവിടേക്ക് വന്നതിന്റെ കാരണം ചിലപ്പോ അതിന് അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ഗോട്ടോയുടെ കൂടെ ഫൈറ്റ് ചെയ്തതുകൊണ്ട് അതിന് ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ടാവും. ഇത് കേൾക്കുന്ന ചെയർമാൻ, ഗോട്ടോയുടെ കൂടെ ഫൈറ്റ് ചെയ്ത ബീസ്റ്റ് ഇപ്പൊ ക്ഷീണിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അതിനെ കൊല്ലാൻ സാധിച്ചാൽ എല്ലാ പ്രശസ്തിയും ഞങ്ങൾക്ക് കിട്ടും എന്ന് ചിന്തിക്കുന്ന ചെയർമാൻ പെട്ടെന്ന് ബാക്കിയുള്ള ആൾക്കാരോട് കടലിലുള്ള സെക്കൻഡ് സ്ട്രൈക്ക് ടീമിന്റെ കൂടെ ചേർന്ന് വീണ്ടും ആ ഐലൻഡിലേക്ക് പോയി ഫൈറ്റ് ചെയ്യാൻ പറയാം. ഇപ്പൊ ബാക്കിയുള്ള ജപ്പാൻ ഹണ്ടേഴ്സിനോട് അവരെ സെക്കൻഡ് സ്ട്രൈക്ക് ടീമിന്റെ അടുത്തേക്ക് എത്തിക്കാൻ അവിടേക്ക് ഒരു ഹെലികോപ്റ്റർ വരുമെന്ന് പറയുന്നു. അപ്പൊ അവരുടെ കൂടെയുള്ള ഒരു ഹണ്ടർ പേടിച്ച് വിറച്ച്, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും സംഭവിക്കില്ല, ആ സാധനം അതൊരു മോൺസ്റ്റർ ആണ്, നമുക്ക് അതിനെതിരെ നിൽക്കാൻ കഴിയില്ല, മിണ്ടാതിരിക്കടാ, ഇത് നമുക്ക് പേടിച്ച് നിൽക്കാനുള്ള ഒരു സമയമല്ല, അതിനെ ആർക്കും കൊല്ലാൻ കഴിയില്ല, നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമ്മളും മരിക്കും എന്നവൻ പറയുന്ന സമയത്ത് അവിടേക്ക് അവർക്ക് പോവാനുള്ള ഹെലികോപ്റ്റർ വരുന്നു. ശേഷം നമ്മൾ കാണുന്നത് ജിൻവുവിനെ അടിച്ച ഉറുമ്പിന്റെ കൈ ജിൻവു പിടിച്ചു വെച്ച് അതിന്റെ വയറിലേക്ക് ഇട്ടൊരു കുത്തു കൊടുത്തു. ആ ഒരു പഞ്ചില് അതിന്റെ എക്സോസ്കെലട്ടൻ പൊട്ടി അത് പുറകിലേക്ക് തെറിച്ചു പോവാണ്. ഇത് കണ്ട് പുറകിൽ നിൽക്കുന്ന ചോയ്, അവന് പോയിസൺ ആയില്ലേ, പിന്നെ എങ്ങനെയാ അവൻ ഇതൊക്കെ ചെയ്യുന്നത്? അതിന് യൊൻഹോ, എനിക്കിപ്പോ ഈ സമയത്ത് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല എന്ന് പറയുന്നു. ഇവിടെ ഉറുമ്പിനെ അടിച്ച് താഴെയിട്ട ജിൻവു, അപ്പൊ നിനക്കൊരു സീക്രട്ട് ആയിട്ടുള്ള വെപ്പണും കൂടെ ഉണ്ടല്ലേ, അതുകൊണ്ടായിരുന്നു നീ നേരത്തെ ധൈര്യത്തോടെ സംസാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവന്റെ മുഖത്തുള്ള പോയിസൺ ഒക്കെ പോയി അവിടെ ഹീലായി. കാരണം ജിൻവുവിന്റെ സിസ്റ്റത്തിലുള്ള ഒരു സ്കില്ലാണിത്, അത് അവന്റെ ശരീരത്തിലുള്ള മുഴുവൻ പോയിസണെയും ഇല്ലാതാക്കി. ശേഷം ജിൻവു നിലത്ത് കിടക്കുന്ന ചാഹേനെ നോക്കിയിട്ട്, എനിക്കിനി അധികം സമയമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഇതെനിക്ക് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ഓടി വന്ന് ആ ഉറുമ്പിനെ ചാടി ചവിട്ടി. പക്ഷെ ആ ഉറുമ്പ് പറന്ന് മാറിക്കളഞ്ഞു. അവന്റെ ദേഹത്ത് പോയിസൺ ഉപയോഗിക്കാൻ കഴിയില്ല, ശക്തി കൊണ്ടും അവനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ ആ ഉറുമ്പ് അതിന്റെ രൂപം മുഴുവൻ മാറ്റുന്നു. ഒരു പവർഫുൾ ആയിട്ടുള്ള രൂപത്തിലേക്ക് ആ ഉറുമ്പ് മാറി.
മാറി. അത് കണ്ട് താഴെ നിൽക്കുന്ന ജിൻബു മുൻപ് ഡീമൺ മൊണാർക്കിനെ കൊന്നപ്പോ കിട്ടിയ കത്തി പുറത്തെടുക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ സ്പീഡിൽ അതിനെ അറ്റാക്ക് ചെയ്യാണ്. ഇപ്പൊ ആ ഉറുമ്പ് അതിന്റെ രൂപം മാറ്റിയതുകൊണ്ട് അതിന്റെ സ്പീഡിന്റെ ഒപ്പം ജിൻബുവിന് എത്താൻ പറ്റുന്നില്ല. കൂടാതെ അത് ജിൻബുവിനെ ഐസ് കൊണ്ട് വരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ജിൻബുവിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഉറുമ്പ് എന്റെ വേഗതയുടെ അത്ര തന്നെ ഇവന്റെ വേഗതയുമുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അവന്റെ ഇതിപ്പോ വളർന്നു, ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആ ഉറുമ്പിന്റെ കൂടെ ജിൻബു ഒരു മാതിരി ഫൈറ്റ്, കണ്ടു നിൽക്കുന്നവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഫൈറ്റ്. ജിൻബു അടിച്ചടിച്ചടിച്ച് ആ ഉറുമ്പിനെ തോൽപ്പിക്കാനായപ്പോഴേക്കും പെട്ടെന്ന് ആ ഉറുമ്പ് അവന്റെ കണ്ണ് ലക്ഷ്യമാക്കി അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഉടനെ അവൻ പോലും അറിയാതെ അവന്റെ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്ന സ്കിൽ അപ്ഗ്രേഡ് ആയി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഉറുമ്പിന്റെ കൈ മുഴുവൻ വെട്ടി മുറിച്ചു. പക്ഷേ ആ ഉറുമ്പിന്റെ കൈ റീജനറേറ്റ് ആയി വരുന്നുണ്ട്. കാരണം ആ ഉറുമ്പ് കൊല്ലുന്ന ആൾക്കാരുടെ പവർ അതിന് കിട്ടും. എന്നിരുന്നാൽ പോലും ആ ഡീമൺ തിരിഞ്ഞോടുകയാണ്. പേടിച്ച് വിറച്ച് ജിൻബുവിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നു. പക്ഷെ പുറത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ജിൻബു ഓടി വന്ന് പല വെട്ടിന് അതിനെ വെട്ടി താഴെയിട്ടു. ഈ മനുഷ്യൻ ആരാ, അവനെ കൊല്ല് എന്ന് പറഞ്ഞ ആ ഉറുമ്പ് അലറുമ്പോ അതിന്റെ എല്ലാ ആൻഡ് സോൾജേഴ്സും ജിൻബുവിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അത് കണ്ട് ജിൻബു ഒന്ന് ചിരിച്ചിട്ട് ഗോ എന്ന് പറയുമ്പോ ഉടനെ എല്ലാ ഷാഡോ സോൾജേഴ്സും പുറത്തു വന്ന് അവർക്ക് നേരെ വരുന്ന ഉറുമ്പുകളെ വെട്ടി കീറി. ടസ്കിന്റെ അറ്റാക്കില് പകുതിയോളം ഉറുമ്പും ആ സ്ഥലം അടക്കം ഇല്ലാതായി. ഇതെങ്ങനെ സാധിക്കും? ഞാൻ ജനിക്കുമ്പോഴേ ശക്തനായിരുന്നു, കൂടാതെ ഞാൻ എല്ലാവരെയും വിഴുങ്ങി വീണ്ടും ശക്തനായി. എനിക്കൊരു രാജാവണം. പക്ഷെ ഇപ്പോ ഇവിടെ നിന്ന് ഓടണം, എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ നിന്ന് ഓടണം എന്ന് പറഞ്ഞ് ആ ഉറുമ്പ് അവിടെ നിന്ന് പറന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ ജിൻബു അവന്റെ റൂളേഴ്സ് ഹാൻഡ് കൊണ്ട് അതിനെ പിടിച്ച് താഴെയിട്ടു. നിലത്ത് വീണിട്ട് പോലും അത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അത് കണ്ട് ജിൻബു അവന്റെ കത്തി കൊണ്ട് ചാടി വന്നതിനെ വെട്ടി 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 അവസാനം ഒരേ ഒരു വെട്ടിനെ അതിനെ കൊന്നുകളഞ്ഞു. അങ്ങനെ ജിൻബു വീണ്ടും ലെവലപ്പ് ആവുന്നുണ്ട്. ഇപ്പൊ ആ ഉറുമ്പുകളുടെ കിങ് ഇല്ലാതായതുകൊണ്ട് ബാക്കിയുള്ള ഉറുമ്പുകളൊക്കെ അവിടുന്ന് പേടിച്ച് പറന്നു പോകുന്നു. ശേഷം ചാഹേന്റെ അടുത്തേക്ക് വരുന്ന ജിൻബുവിന് അവളുടെ ഓറ പതിയെ മായുന്നത് കണ്ട് അവൾ ഇനി ഒരുപാട് നേരം പിടിച്ചു നിൽക്കില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ പുറകിൽ നിൽക്കുന്ന ബാക്കിയുള്ള ഹണ്ടേഴ്സ് അവളെ പുറത്തുള്ള ഹെലികോപ്റ്ററിലേക്ക് കൊണ്ടുപോകാന്ന് പറയുമ്പോ ഇല്ല, ഇവൾ അത്രയും നേരം പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് കേട്ട് ജിൻബു ഒന്നും ചിന്തിക്കാതെ അവന്റെ കയ്യിലുള്ള എലക്സിയർ ഓഫ് ലൈഫ് പുറത്തെടുത്ത് ചാഹേന്റെ വായയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അമ്മയുടെ അസുഖം മാറ്റിയ പോഷനാണിത്, ഇതാണ് എന്റെ അവസാനത്തെ പ്രതീക്ഷ എന്ന് ജിൻബു ചിന്തിക്കുമ്പോ അവനൊരു നോട്ടിഫിക്കേഷൻ വരുന്നു. അതിലുള്ളത് അവളുടെ അവസ്ഥ മോശമായതുകൊണ്ട് ഇതുകൊണ്ടൊന്നും അവളെ ശരിയാക്കാൻ പറ്റില്ല എന്നാണ്. പോഷൻ വർക്കാവുന്നില്ല, ഇനി എനിക്ക് മറ്റൊന്നും ഇവിടെ ചെയ്യാനില്ലേ എന്ന് പറഞ്ഞ് ജിൻബു പെട്ടെന്ന് തിരിയുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ലെങ്ത് കൂടുതലായതുകൊണ്ട് കോപ്പിറൈറ്റിന്റെ ചെറിയ ചാൻസുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ ഇനി ഒരു എപ്പിസോഡ് മാത്രമേ ബാക്കിയുള്ളൂ, ഈ സീസണിലെ അവസാനത്തെ എപ്പിസോഡ്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.